മലയാള സിനിമാ ലോകത്തെ പ്രമുഖ താരസംഘടനയായ അമ്മയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ആഭ്യന്തര തർക്കങ്ങളെയും ഭരണപരമായ പരാജയങ്ങളെയും തുറന്നുകാട്ടി നടി മാലാ പാർവതി. വലിയ പ്രതീക്ഷകളോടെയും സ്ത്രീ ശാക്തീകരണ നാഴികക്കല്ലായും വിലയിരുത്തപ്പെട്ട ഇപ്പോഴത്തെ ഭരണസമിതി അമ്പേ പരാജയമാണെന്ന് മാലാ പാർവതി തുറന്നടിച്ചു. സ്ത്രീകൾ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിട്ടും കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണ് ചെയ്തതെന്നും അംഗങ്ങളുമായി യാതൊരുവിധ സുതാര്യമായ ആശയവിനിമയവും ഇപ്പോൾ നടക്കുന്നില്ലെന്നും അവർ വെളിപ്പെടുത്തി. ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത നിലനിർത്തുന്നതിനും അംഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിനും കുക്കു പരമേശ്വരൻ പരാജയപ്പെട്ടു എന്ന് മാലാ പാർവതി പറയുന്നു. അമ്മയുടെ ആഭ്യന്തര മീറ്റിംഗുകളിലെ തെറിവിളികൾ, നടി അൻസിബ ഹസന് നേരെ ഉണ്ടായ വർഗീയ അധിക്ഷേപങ്ങൾ, ലക്ഷ്മിപ്രിയയും നീനാക്കുറുപ്പും തമ്മിലുള്ള ഓഡിയോ വിവാദങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, പുറത്തുനിന്നുള്ള ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകന്റെ അനാവശ്യ ഇടപെടലുകൾ തുടങ്ങി സംഘടനയെ നാണക്കേടിന്റെ നിഴലിലാക്കിയ ഒട്ടനവധി വിവരങ്ങളാണ് മാലാ പാർവതി വെളിപ്പെടുത്തുന്നത്. അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുതാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതി രാജിവെച്ച് കഴിവുള്ള ആൾക്കാർ സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്നും അത്തരം ചർച്ചകൾ വരുന്ന ജനറൽ ബോഡിയിൽ ഉണ്ടാകുമെന്നും കരുതുമെന്നും മാലാ പാർവതി പറഞ്ഞു. അൻസിബ നേരിട്ടതിന് വലിയൊരു പ്രശ്നമുണ്ട്. അമ്മയിൽ സഞ്ജീവനി എന്ന് പറയുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അൻസിബ അത് വളരെ നന്നായി ചെയ്തിരുന്നു. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ എല്ലാ അംഗങ്ങൾക്കും അൻസിബയോട് വല്ലാത്ത അടുപ്പവും ഇഷ്ടവും ഉണ്ട്. അൻസിബ വളരെ കറക്റ്റായി അത് ചെയ്യുകയും എല്ലാവരോടും അനുതാപത്തോടെ ഇടപെടുകയും ചെയ്യും. ആ ഒരു പോപ്പുലാരിറ്റി കാരണമാണ് അൻസിബയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തത്. കുക്കു ആണെങ്കിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കുകയില്ല. വിളിച്ചാൽ അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്ന കുട്ടിയാണ് അൻസിബ. അൻസിബയുടെ പോപ്പുലാരിറ്റി കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ സഞ്ജീവനി പദ്ധതിയിൽ നിന്നും ഇക്കുറി അൻസിബയെ മാറ്റി നിർത്തി. അതുപോലെ മറ്റംഗങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഒരു വിലക്കും ഏർപ്പെടുത്തി. ഇത് മതപരിവർത്തന ആരോപണവും എല്ലാം കേട്ടിട്ട് അൻസിബ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് പോയിട്ടുള്ളത്.